പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഗൂഢാലോചനകൾ, രാജ്യത്തെ തകർക്കാൻ ഏതെല്ലാം തരത്തിലാണ് രാജ്യവിരുദ്ധ ശക്തികൾ ഇന്ത്യക്കകത്തുള്ള ആളുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ യൂണിഫോം ഉണ്ടാക്കുക, അതുമായി ജന്തർ മന്ദറിൽ നടന്ന സമരത്തിൽ ഉൾപ്പെടെ ആളുകൾ നുഴഞ്ഞു കയറുക, എന്നിട്ട് യൂണിഫോമിൽ കയറിയിരിക്കുന്ന വ്യാജ യൂണിഫോമിൽ കയറിയിരിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുക. സങ്കല്പകഥയല്ല, ഇന്ത്യൻ മിലിറ്ററിയുടെ ഇൻ്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നു. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ ജില്ലയിൽ നിന്ന് 100 കണക്കിന് മീറ്ററാണ് പോർമുഖത്ത് ഇന്ത്യൻ സൈന്യം ധരിക്കുന്ന യൂണിഫോം തുണി നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്തത്. നമ്മുടെ നാട്ടിൽ ഒരു പത്രത്തിലും വാർത്തയില്ല കേട്ടോ. ഇത് വളരെ നിർണായകമായ ഗുരുതരമായ ഒരു വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബംഗാൾ പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ്. STFൻ്റെ IG ആയ ഗൗരവ് ശർമ്മ നടത്തിയ ഈ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് വളരെ നിർണായകമായ വിവരം രാജസ്ഥാൻ പോലീസും ഇന്ത്യൻ മിലിറ്ററിയും സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് സൈന്യത്തിൻ്റെ വേഷം ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് സൈന്യത്തിൻ്റെ അതേ വേഷം, അതേ പ്രിൻ്റുള്ള വേഷം ഉപയോഗിക്കുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. പക്ഷേ വലിയ തോതിൽ രാജസ്ഥാനിലെ ഗംഗാനഗർ ജില്ലയിൽ ഇതുണ്ടാക്കി എന്ന് മാത്രമല്ല, അത് വ്യാപകമായി വിതരണം ചെയ്തു. ഇതുമായി ബംഗാൾ പോലീസിൻ്റെ കണ്ടെത്തൽ ബന്ധിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ബംഗാളിലെ പൂർവ്വ ബർദ്ധമാൻ പ്രദേശത്ത് നിന്ന് ഹമീം മോണ്ടൽ എന്ന് പറയുന്ന ഒരാളെയും അയാളുടെ കൂട്ടുകാരി അർപ്പിത സർക്കാരിനെയും ബംഗാൾ പോലീസ് പിടികൂടിയപ്പോൾ 2 കാര്യങ്ങളാണ് വ്യക്തമായത്. അതിൻ്റെ ആദ്യം ലഭിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, സുവേന്ദു അധികാരിയെ കൊല്ലാൻ പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമുള്ള പദ്ധതി തയ്യാറാക്കി. ഇപ്പോൾ അതുമായി കണക്ട് ചെയ്ത് ഇന്ത്യൻ ആർമിയുടെ ഇൻ്റലിജൻസിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർമിയും രാജസ്ഥാൻ പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ 100 കണക്കിന് മീറ്റർ പട്ടാള യൂണിഫോം ഉണ്ടാക്കാനുള്ള തുണി കണ്ടെത്തിയതിനു ശേഷം ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നു. ബംഗാളിൽ പിടികൂടിയ ഹമീം മോണ്ടൽ ഇതിനു പിന്നിലുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ജയ്ഷെ മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരം യൂണിഫോമുകൾ ശേഖരിച്ച് നാട്ടിലുള്ള ഭീകരവാദികൾക്ക് സ്ലീപ്പർ സെല്ലിന് വിതരണം ചെയ്യുക, എന്നിട്ട് ജന്തർ മന്ദറിലെ സമരത്തിൽ നുഴഞ്ഞു കയറുക, വിദ്യാർത്ഥികൾ എന്ന ഭാവത്തിൽ അവിടെ എത്തിയിരിക്കുന്ന അക്രമി സംഘത്തിന് നേരെ പോലീസാണ് അല്ലെങ്കിൽ പട്ടാളമാണ് എന്ന ഭാവത്തിൽ വെടിവെക്കുക, ആക്രമണം നടത്തുക. ഇതിനുള്ള പദ്ധതി തയ്യാറായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സൈന്യം പറയുന്നുണ്ട്, ഇത് ജന്തർ മന്ദറിലേക്ക് മാത്രമല്ല, രാജ്യത്ത് സൈനിക പ്രവർത്തനം സജീവമായി നടക്കുന്ന കാശ്മീർ അടക്കമുള്ള മേഖലകളിൽ വ്യാജ യൂണിഫോം ധരിച്ചിട്ട് ഭീകരന്മാരെ ഇറക്കുക. സൈന്യമാണെന്ന് ജനങ്ങൾ ധരിക്കും, രക്ഷിക്കാൻ വരുന്നവരാണെന്ന് കരുതി ജനങ്ങൾ ഇവരെ ഭയമില്ലാതെ സ്നേഹത്തോടെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അവരെ വെടിവെച്ചു കൊല്ലുക. അപ്പോൾ ഇന്ത്യൻ ആർമി വലിയ തോതിൽ കൂട്ടക്കൊലകൾ നടത്തുന്നു എന്നുള്ള ഒരു ഇമേജ്, വാർത്തകൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശ്രീ ഗംഗാനഗറിലെ ഈ വ്യാജ മിലിറ്ററി യൂണിഫോം നിർമ്മിക്കുന്ന കേന്ദ്രം പ്രവർത്തിച്ചതെന്ന് നമ്മുടെ ഏജൻസികൾ സംശയിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വിദ്യാർത്ഥികളുടെ പേരിൽ നീറ്റ് പരീക്ഷയുടെ പേരിൽ നടന്ന സമരത്തിൽ ഫക്ക് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. ഇന്ത്യൻ ആർമിക്ക് അവിടെ എന്താ റോള്? ഇന്ത്യൻ ആർമിയെ എന്തിനാണ് അവിടെ സമരത്തിൽ കൂടിയ അഭിജിത് ദീപ്കയുടെ ആഹ്വാനപ്രകാരം എത്തിച്ചേർന്ന ആളുകൾ ശത്രുവായി കണ്ടത്? ഇന്ത്യൻ ആർമി ചെയ്യുന്ന ജോലി എന്താ? ഇന്ത്യൻ ആർമി ലോ ആൻഡ് ഓർഡർ നോക്കുന്നില്ല. വിദ്യാർത്ഥികൾ എന്ന ഭാവത്തിൽ എത്തിച്ചേർന്നവരെ തല്ലിച്ചതയ്ക്കാൻ ഇന്ത്യൻ ആർമി വന്നിട്ടില്ല, വെടിവെച്ചിട്ടില്ല. ഇന്ത്യൻ ആർമി അവരുടെ പോസ്റ്റുകളിലും അവരുടെ ബാരക്കുകളിലും കഴിയുകയാണ്, അതിർത്തി കാവൽ നിൽക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ആ ഇന്ത്യൻ ആർമി തുലയട്ടെ എന്നു പറഞ്ഞ് എന്തിനാണ് സമരം നടത്തി? ഇന്ത്യൻ ആർമി കാശ്മീരിൽ ഇടപെടുന്നുണ്ട്, കാശ്മീരിലെ ഭീകരവാദികളെ നിർദ്ദയം വെടിവെച്ച് തള്ളുന്നുണ്ട്. അതുകൊണ്ട് ആണ് കാശ്മീർ ഇപ്പോൾ ശാന്തമായിരിക്കുന്നത്. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പിൻവലിക്കാനുള്ള തീരുമാനം നടപ്പാക്കാൻ ഇന്ത്യൻ ആർമിയുടെ പൂർണ്ണ സഹകരണം ഇന്ത്യ ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അതിർത്തികൾ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെയുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യൻ ആർമി ചെറുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ശത്രുക്കളായ ചൈനയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനുമെതിരെ കടുത്ത ജാഗ്രതയോടെ കണ്ണിമ ചിമ്മാതെ നമ്മുടെ സൈന്യം കാവൽ നിൽക്കുന്നുണ്ട്. അവരെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന
CJPക്കാർ ആരുടെ ശബ്ദമാണ് ഉയർത്തുന്നത്? പാകിസ്ഥാൻ്റെ ശബ്ദമാണ്, ബംഗ്ലാദേശിൻ്റെ ശബ്ദമാണ്, ചൈനയുടെ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമി തുലയട്ടെ എന്ന് പറയുന്നത്. അതുപോലെ ഈ തരത്തിൽ ഉണ്ടാക്കിയ യൂണിഫോം ലാൽഗ്ര, ജട്ടൻ, സൂരത്ത് ഗ്രാ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിതരണം ചെയ്തു എന്നും പറയുന്നു. ഇതിൽ എത്ര യൂണിഫോം ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് തുണിയല്ലേ, യൂണിഫോം തുണിയല്ലേ എന്ന് കരുതരുത്. ഇത് വലിയ അപകട സൂചനയാണ് എന്ന് വ്യക്തമാകുന്നത്. ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് ആണ് ഇത് കണ്ടെത്തിയത്, ഇത് രാജസ്ഥാൻ പോലീസിനെ അറിയിച്ചത് എന്ന് പറയുന്നു. അതുമായി കണക്ട് ചെയ്ത് ബംഗാളിൽ നിന്ന് വരുന്ന വാർത്ത, ബംഗാളിൽ പാകിസ്ഥാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഹാമിം മോണ്ടൽ എന്ന് പറയുന്ന ഒരാളെ ബംഗാൾ പോലീസും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാളെക്കുറിച്ച് പറയുന്നത്, നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്, ഷഖ്സാദ് ഭട്ടായി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തീവ്രവാദ സംഘത്തിൻ്റെ ഇന്ത്യയിലെ ആളായിട്ടാണ് ഹമീം മോണ്ടൽ പ്രവർത്തിച്ചത്. അയാളെ പിടികൂടുമ്പോൾ അയാളുടെ പക്കൽ ബ്രിട്ടനിൽ നിന്നുള്ള, മെക്സിക്കോയിൽ നിന്നുള്ള മൊബൈൽ നമ്പറുകൾ ഉണ്ടായിരുന്നു, അവിടെ നിന്നുള്ള സിം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഹാൻഡ്ലർമാരുടെ പേരുകൾ കിട്ടിയിട്ടുണ്ട്. റാണ, ഉസൈർ, അബിദ് ജാട്ട്, 333 എന്നൊക്കെ പറയുന്ന പേരുകളാണ് ലഭിച്ചത്. നമ്മൾ ആലോചിക്കണം, ഇന്ത്യൻ ആർമിക്കെതിരെ പലപ്പോഴും ഇന്ത്യൻ ആർമി രാജ്യവിരുദ്ധമായ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങൾ നടക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ മണിപ്പൂരിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും ചിലപ്പോഴൊക്കെ സർക്കാർ സൈന്യത്തെ വിളിക്കാറുണ്ട്. സൈന്യം ഇടപെട്ട് കഴിഞ്ഞാൽ സൈന്യത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ കഴിയില്ല. പക്ഷേ വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടക്കും, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. ഇപ്പോൾ മണിപ്പൂരിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ ആർമി റൈപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാനറൊക്കെ പിടിച്ചിട്ട് സ്ത്രീകൾ നഗ്നരായി നടക്കുന്ന ചിത്രമൊക്കെ എടുത്തിട്ട് വലിയ തോതിൽ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് എന്തോ കൊടും ഭീകരരാണ് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുക. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ സൈന്യത്തിൻ്റെ മൊറയിൽ തകർക്കുന്ന തരത്തിലുള്ള പ്രചാരണം നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഇന്ത്യക്കാരെന്ന് ഭാവിക്കുന്ന ആളുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇന്ത്യൻ ആർമിയെ വല്ലാതെ കുഴപ്പത്തിലാക്കാനും പ്രതിച്ഛായ നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വലിയൊരു അപകടത്തിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സൈന്യം നടപടിയെടുത്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമുക്കൊന്ന് ഈ പാകിസ്ഥാനിലെ ഷഖ്സാദ് ഭട്ടി എന്ന് പറയുന്ന ഗ്യാങ്ങിനെ കുറിച്ചൊന്നും പറയാതെ പറ്റില്ല. ഷഖ്സാദ് ഭട്ടി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള 45 വയസ്സുള്ള ഒരാളാണെന്നാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് വിശ്വസിക്കുന്നത്. ഇയാളും ലാഹോർ കേന്ദ്രീകരിച്ച് ഫറൂഖ് ഖോഖർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു അധോലോക ഗ്യാങ്ങും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 333 എന്നൊരു ബ്രാൻഡിങ് ഇവർ നടത്തിയിട്ടുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ 333 എന്നുള്ള പേരിലുള്ള ഒരു ഹാൻഡിൽ തുറന്നിട്ട് വലിയ ഇസ്ലാമിന് അനുകൂലമായുള്ള പ്രചാരണം നടത്തും. അപ്പം മതം പഠിക്കാൻ താല്പര്യമുള്ള മതജീവികളായിട്ടുള്ള ആളുകളെല്ലാം ഈ 333 എന്നുള്ള ഹാൻഡിലേക്ക് ആകർഷ്ടരായി വരുമ്പോൾ പതുക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പറയും, ഇന്ത്യ വിരുദ്ധമായി ക്യാമ്പയിൻ നടത്തും. എന്നിട്ട് ഇന്ത്യയിലെ ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുസ്ലിം ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരെ ടെറർ ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന പണിയാണ് ഷഖ്സാദ് ഭട്ടി ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പാണ്, ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ ശ്രമിക്കുന്ന ഗ്രൂപ്പാണ്. ഇതിന് ഫണ്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണ്. ഇവർക്ക് കുറേ ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. ടെറർ റിക്രൂട്ട്മെൻറ്റ് മാത്രമല്ല, ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ, സൈനിക ചെക്ക് പോസ്റ്റുകളൊക്കെ ഇവർ ഇതിനു മുമ്പ് ആക്രമണം നടത്തിയതായിട്ട് പറയുന്നു. ഇത് TTH എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെ തഹ്രിക് ഇ താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഇവിടെ ഉണ്ടാക്കിയ താലിബാനുമായി നേരിട്ട് ബന്ധമില്ലാത്ത, നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത TTH എന്നുള്ള ഗ്രൂപ്പ് എന്ന വിധത്തിലാണ് ഈ ഷഖ്സാദ് ഭട്ടി ഗ്രൂപ്പ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ ഇവർ പഞ്ചാബിൽ, നമ്മുടെ ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ പഞ്ചാബിലെ 2 പോലീസുകാരെ കൊന്നിരുന്നു. ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇവർ കുറേ കാലമായി ഈ TTH, ലോറൻസ് ബിഷ്ണോയി ഗ്രൂപ്പും ഷഖ്സാദ് ഭട്ടി ഗ്രൂപ്പും തമ്മിൽ പല തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ലോറൻസ് ബിഷ്ണോയി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് കൊണ്ട്
ആണ് ഒരുപക്ഷെ ഇവർക്ക് നേരെയുള്ള ഏറ്റുമുട്ടലിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹാൻഡിലുകൾ ഇന്ത്യയിലെ ചില ആളുകളെ, ഹാഷിം മണ്ഡൽ ഉൾപ്പെടെയുള്ള ആളുകളെ വാടകയ്ക്കെടുത്ത് വ്യാജ മിലിറ്ററി യൂണിഫോം ഉണ്ടാക്കിയെന്നും ജന്തർ മന്ദറിൽ നടന്ന സമരത്തിൽ ആ യൂണിഫോം ഇട്ട തീവ്രവാദികളെ, ഭീകരന്മാരെ നുഴഞ്ഞു കയറ്റാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സത്യത്തിൽ ഇത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യേണ്ട വാർത്തയാണ്. നമ്മുടെ ചാനലുകളും എല്ലാം പ്രധാന വാർത്തയായി ചർച്ച ചെയ്യണം. ഈ സോഷ്യൽ മീഡിയ ആണല്ലോ പാറ്റകളുടെ സമരത്തിന് വലിയ പ്രചാരം കൊടുത്തത്. നമ്മുടെ മാധ്യമങ്ങളെല്ലാം മോദി ഇപ്പോൾ വീഴുമെന്ന് കരുതിയിട്ട്, രാഹുൽ ഗാന്ധിയുടെ പുതിയ സർക്കാർ വരും എന്ന് കരുതി പുതിയ യജമാനു വേണ്ടി കാല് തക്കുന്ന പണിയും ചെയ്തു. പക്ഷേ സമരം പൊളിഞ്ഞുപോയി. സമരത്തിൽ അവരുദ്ദേശിച്ച പോലെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉണ്ടായെങ്കിലും സമരത്തിൻ്റെ മുഖം, ലക്ഷ്യം, സമരത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം എക്സ്പോസ്ഡായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാജ്യവിരുദ്ധ ശക്തികളുടെ യഥാർത്ഥ മുഖം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നത്? ഇത് വല്ലാത്ത ഒരു ദുരന്തമാണ്. രാജ്യത്തിന് പുറത്തല്ല, രാജ്യത്തിനകത്താണ് കൂടുതൽ കരുത്തന്മാരായ, കൂടുതൽ ദുഷ്ടബുദ്ധിയുള്ള ശത്രുക്കൾ ഉള്ളതെന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുന്ന സംഭവമാണ് വന്നിരിക്കുന്നത്. അക്കൂട്ടത്തിൽ മാധ്യമങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്തയൊന്നും നമ്മുടെ ചാനലുകൾ കാണിക്കാത്തതും ചർച്ച ചെയ്യാത്തതും. ഏതായാലും ഇന്ത്യ ലൈവ് ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.